മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലേഖ അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ ആനന്ദ് വന്ന് പറയാണ്, ലേഖയെ ഓണം വരെ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞതാണ്. അവന് പക്ഷേ പോവായിരുന്നു, പോയില്ലല്ലോ. ഏതായാലും മഞ്ജുവിൻ്റെ അമ്മയെ ഒന്ന് കാണിക്കാൻ വേണം അവൻ കൊണ്ടുപോയിരിക്കുന്നത്. അതിന് നീ ഇങ്ങനെ കരഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ ലേഖ പറയാണ്, മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയണ കേട്ടോ. അതുകൊണ്ടായിരിക്കില്ലേ നീ ഈ മഞ്ജുവിനോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അതെ ആനന്ദേട്ടാ, തീർച്ചയായിട്ടും മഞ്ജു അവിടെ പോയി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അവർ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമല്ലോ, അതാണ് ഞാൻ അത് വേണ്ടി തന്നെയാണ് എന്ന് പറയണ കേട്ടോ. ശരി, നീ ഇങ്ങനെ പോയി കഴിഞ്ഞത് ശരിയാവില്ല, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, നമുക്ക് നീലമോള് മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും വേണ്ട എന്ന് പറയണ്. ഇന്ന് രാത്രി കിടന്നാലേ ഉറക്കേ വരില്ല എനിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ടോ. അതേസമയം ലേഖ ചോദിക്കുന്നുണ്ട്, അനന്തേട്ടന് പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് ശരി തന്നെയാണ്, എനിക്കും വിഷമമൊക്കെ ഉണ്ട് എന്ന് പറയാണ്. പിന്നെ നമ്മളെ അവർ മനസ്സിലാക്കുമായിരിക്കും, കണ്ണനും മഹിയും എന്തായാലും നമ്മളെ അവർ നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കാം ഇല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് ശരിയായിരിക്കും എന്ന് അനന്ത് പറയാണ് കേട്ടോ. പിന്നീട് ദുർഗ ഇങ്ങനെ ദുർഗ കൊച്ചിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് മഞ്ജു അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. മതി താരാട്ട് പാടിയത്, ഇങ്ങ് തായോ കൊച്ചിനെ എന്ന് പറഞ്ഞിട്ട് ദുർഗയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക കേട്ടോ. അതേസമയം കണ്ണനും മഹി മോളിൽ നിന്ന് താഴെ വരിക. നീ എപ്പോൾ വന്നു ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇത്രയും വിവരം ഇല്ലാതായല്ലോ, ലേഖ ലേഖയടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്തിനാണ് ഈ കൊച്ചിനെ ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ മുകളിൽ പോയിരിക്കുന്നത്? താരാട്ട് പാടുന്ന കൈകൾ ഇവരെ കുഞ്ഞിനെ കൊല്ലില്ല എന്ന് എന്താ വിശ്വാസം നിങ്ങൾക്ക് എന്നിങ്ങനെ ചോദിക്കിയത്. എന്താ മഞ്ജു നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കും. ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്, എനിക്കറിയാം ഇവരുടെ സ്വഭാവം, അർഹതയുള്ളവരെ മാത്രമേ ഇവിടെ താമസിക്കാൻ പാടുള്ളൂ, അല്ലാത്തവരെ ഇവിടെ താമസിപ്പിക്കരുത് എന്ന് പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗ ഇങ്ങനെ വിഷമത്തോട് നോക്കുമ്പോൾ പറയാം, അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഏട്ടൻ്റെയും കരുണയുടെയും കാര്യം പറയാണ്. അവരിവിടെ താമസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ദോഷം മാത്രമേ ചെയ്യുള്ളൂ. കാരണം നിങ്ങളിനി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ കുഞ്ഞും അമ്മയും കരുണയെടുത്തിയും ഏട്ടനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒരു തരത്തിലും അല്ല, നിങ്ങളത് കണക്കാക്കിയാൽ മതി എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണം പറയുന്നുണ്ട്. അതേപോലെ ദുർഗ ഇങ്ങനെ പറയണം കേട്ടോ. ദുർഗയെ ഒരുപാട് മഞ്ജു പറയുന്നുണ്ട്, മോളെ നീ എങ്ങനെ മാറിയത്, അതുപോലെ തന്നെ ആയിരിക്കും അമ്മയെ അങ്ങനെ തന്നെയാണ് എന്ന് പറയണം കേട്ടോ. ഞാൻ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവളെന്തോ പറഞ്ഞോട്ടെ, ഞാൻ ഈ മോളില്ലാതാകാൻ വേണ്ടിയിട്ട് സ്റ്റെയറിന്ന് തള്ളിയിടുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവിനെ കൊന്നത് അവരാണെന്ന് അറിഞ്ഞ നിമിഷം അന്ന് മുതൽ ഞാൻ എൻ്റെ മോളെയും ഈ കൊച്ചുമോളെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ദുർഗ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും മഞ്ജുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മഞ്ജു പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് കണ്ണൻ ഇങ്ങനെ വഴക്ക് പറയുന്ന പോലെ മഞ്ജുവിനെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താച്ചാ ചെയ്തോളിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ മഞ്ജു. അതേസമയം ദുർഗ അങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ പറയുന്നുണ്ട് കണ്ണൻ വന്നിട്ട്, സാരമില്ല അമ്മ അവളെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്തില്ലേ, ആ ദേഷ്യമൊന്നും അവളോട് മാറിയിട്ടില്ല. ഏറ്റവും കൂടുതൽ അമ്മയോടായിരിക്കും ഇനി അവൾക്ക് സ്നേഹം വരിക. അവളുടെ കുഞ്ഞുണ്ടായില്ലേ, ആ കുഞ്ഞിനെ അമ്മ തന്നെ ആയിരിക്കും നോക്കുക. അതുകൊണ്ട് അമ്മ ഒരിക്കലും വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയണം കേട്ടോ. ദുർഗ ഇല്ല മോനെ എന്ന് പറഞ്ഞിട്ട് ദുർഗ അങ്ങനെ പോവുകയാണ് കേട്ടോ. അതേപോലെ മഹിക്കും ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ. ജാനമ്മ അങ്ങനെ കരയണം കേട്ടോ. പ്രതാപനെ കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് പറയണം, സാറേ എൻ്റെ മോന് കുറച്ചുകൂടെ പൈസ വേണം, അല്ലാതെ അവനൊന്നും പറ്റില്ല എന്ന് പറയാം. കുറച്ചുകൂടി പൈസ കൊടുത്തല്ലോ മോന്, 1,00,000 രൂപ കൊടുത്തല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. നിങ്ങൾ ശരിക്കും പണി ചെയ്തതിന് കൂലി വാങ്ങിക്കണതിനൊരു കണക്കുണ്ട്, നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല സാറേ, ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അത് ചെയ്തു, മഹാപാപം ഞാൻ ചെയ്തു, അതുകൊണ്ടാണ് ആ വിഷം എൻ്റെ മകനായത്, ആ കുഞ്ഞൊരു ദൈവിക ശക്തിയുള്ള കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ വഴക്ക് പറയണം കേട്ടോ പ്രതാപൻ. നിങ്ങൾ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ മോൻ്റെ കിഡ്നിയും ലിവറും എല്ലാം തകർന്ന് കിടക്കല്ലോ, ഒരുപാട് പൈസ വേണം, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലല്ലോ, സഹായം പിരിവ് വാങ്ങേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കണം കേട്ടോ. പിരിവൊന്നും കിട്ടില്ല, ഒരുപാട് കടമുണ്ട് എന്ന് പറയുക. എന്നാൽ ഞാനൊരു ജോലി ഏൽപ്പിക്കുക, ആ ജോലി ചെയ്തെങ്കിൽ മാത്രം ഞാൻ പൈസ തരാമെന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ജാനമ്മ പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ കൊല്ലാൻ പറയരുത് എന്നോട്, എനിക്കതിന് സാധിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലാതാക്കണം, അതിന് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കാം എന്ന് പറയണം. ഞാൻ എന്തായാലും പോയി വരട്ടെ, വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയാം, നിങ്ങൾ ആരും സംശയിക്കില്ല എന്ന് പറയണം കേട്ടോ. അതിനുശേഷം പ്രതാപൻ പോകുകയാണ് കേട്ടോ. പിന്നീട് ജാനമ്മ അങ്ങനെ കരയാണ് കേട്ടോ. പിന്നീട് പ്രതാപൻ ആശുപത്രിയിൽ വന്നിട്ട് പറയുകയാണ്. അതേസമയം കരുണ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിച്ചിരിക്കുന്നത് ചോദിക്കണം. ഞാൻ മഹി അവിടെ ഓണത്തിന് കുഞ്ഞും അവരുടെ ഓരോ നിമിഷങ്ങൾ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുകയാണ് എന്ന് പറയും കേട്ടോ.
പറയുന്നുണ്ട്, നിൻ്റെ ചേച്ചിയേക്കാൾ മുമ്പ് നിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാവുമായിരുന്നല്ലോ, നിൻ്റെ അച്ഛൻ്റെയും നിൻ്റെ മുത്തശ്ശിയുടെയും കൊള്ളരുതായ്മ കൊണ്ടാണല്ലോ അതില്ലാതായത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് എൻ്റെ ഭർത്താവിൻ്റെ കൊള്ളരുതായ്മ കൊണ്ടാണ് എന്ന് പറയണേ. എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സന്തോഷം തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അച്ഛനിനി ജയിലിൽ പോയാലും എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല, എൻ്റെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ആ വീട്ടിൽ പോയി എനിക്ക് ഇരിക്കാമെന്നിങ്ങനെ പറയണം. അത് കേട്ടുകൊണ്ടായിരിക്കും പ്രതാപൻ വരിക കേട്ടോ. എന്തായി എന്തിനു പറ്റുമെന്ന് പറഞ്ഞിട്ട് പ്രതാപനോട് കരുണ ചവാടി കയറുകയാണ് കേട്ടോ. അതേസമയം ജാനമ്മയെ ഞാൻ കണ്ടിരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അതേസമയം കരുണ ചോദിക്കും, അയാളുടെ കാര്യം എന്തായി ചോദിക്കും. അയാളുടെ കാര്യം വിഷം അയാളുടെ കിഡ്നിക്കും ലിവറിനും എല്ലാം ബാധിച്ചിട്ടുണ്ട് എന്ന്. അച്ഛനെ കൊണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉണ്ണി ഇങ്ങനെ ചിരിക്കണം കേട്ടോ. എന്താണ് നീ ചിരിക്കുന്നത് ചോദിക്കൽ, അല്ലേ സ്വന്തം മോളെ തന്നെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചിരിക്കുന്നത് പറയും. അതെ, നീ കണ്ടടാ, ഓണം അവർ ആഘോഷിക്കില്ല, എന്തായാലും അതിനുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. ആദ്യം നിങ്ങൾ ആ പൂജാമുറിയിൽ അയ്യപ്പ വിഗ്രഹം എടുത്ത് കളയുക, അതിന് ശേഷമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അത് നിനക്ക് ചെയ്തുകൂടെ എന്ന്. എന്തിനാ അത്, എന്നെ നിങ്ങൾക്ക് ഇനി വിഷം തിന്നാൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ പറയുന്നുണ്ടോ. അവരങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് പിന്നെ വഴക്ക് കൂടുകയുണ്ട്. അത് കാണുമ്പോൾ കരുണ പറയും, ഇതിന് മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒന്നിനും പറ്റില്ല നിങ്ങൾക്ക് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം പ്രതാപം പറയുന്നത്, നീ വലിയ സൂപ്പർ സ്റ്റാറാകുക, നീ വലിയ സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ, വല്ല സിനിമയിൽ നീ അഭിനയിക്കുക, അങ്ങനെയെങ്കിലും നീ ഫേമസ് ആവട്ടെ എന്ന് പറയും കേട്ടോ. 5 വയസ്സിൽ കൊള്ളാത്തവൻ അങ്ങനെ പറഞ്ഞിട്ട് അവർ വഴക്ക് കൂടുന്ന പോലെ ആവണം കേട്ടോ. അതേസമയം ഉണ്ണി പറയുന്നുണ്ട്, ശരിയാ, എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിരുന്നു, ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്, ഒരു അമ്മായച്ചനെ കൊല്ലണം എന്നുള്ളതാണ്, അത് ഞാൻ ഏറ്റെടുത്തിട്ടില്ല, അത് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറയണം കേട്ടോ. അവസാനം കരുണ രണ്ടുപേരെയും വഴക്ക് പറയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് കണ്ണനെ മഹിയും കൂടി കുഞ്ഞിനെ കളിപ്പിക്കണം കേട്ടോ. മഹീനോട് കണ്ണൻ ചോദിക്കും, മഹി നീ എന്തെങ്കിലും ഇങ്ങനെ ഒരു ദിവസം നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ചോദിക്കുക. ഇല്ല കണ്ണേട്ട എഴുന്നേറ്റ് നടക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും നമുക്ക് തന്നല്ലോ, ഒരുപാട് ഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ശരിക്കൊരു ഭാഗ്യവാനാണ്, ഞാൻ ഒന്നിനും പറ്റാതിരുന്നതാണ്, എന്തായാലും ശരി നമുക്ക് ഈ ഓണം ആഘോഷിക്കണം, അടിപൊളിയെ ആഘോഷിക്കണം, ഞാൻ എഴുന്നേറ്റ് നടന്നതും അതുപോലെ നമുക്കൊരു കുഞ്ഞുണ്ടായതും എല്ലാം ഈ വർഷമാണ്, അതുകൊണ്ട് നമുക്ക് ഓണം അടിപൊളിയാക്കണം എന്നിങ്ങനെ അവർ പറഞ്ഞിട്ട് കൊഞ്ചിച്ച് നടക്കുകയാണ് കേട്ടോ. പിന്നീട് ഡോക്ടർ തോമസ് വന്നിട്ട് മേഘനാഥനോടും മാമദേവനോടും പറയുകയാണ് കേട്ടോ, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഡിസ്ചാർജ് ആയി പോയിക്കോ, അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി, അത് വന്നു കഴിഞ്ഞാൽ മരുന്നും എല്ലാം കഴിച്ചാൽ മതി, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നിങ്ങൾക്ക് സംസാരിക്കാനും കഴിയും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ നിങ്ങളുടെ നാവ് പൊന്നാവട്ടെ എന്ന് മേഘനാഥൻ പറയും, അല്ല വാമദേവൻ പറയുമ്പോൾ പറയുന്നുണ്ട് ഡോക്ടർ കേട്ടോ, എൻ്റെ നാവ് പൊന്നായിട്ട് കാര്യമില്ല, ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. കാരണം പ്രതാപനെ നിങ്ങളെ എന്തായാലും കണ്ണൻ ജയിലിലാക്കും, അതിനുശേഷം നീയാണ് കുടുംബം നോക്കേണ്ടത്, അതുകൊണ്ട് നീ തെറ്റെല്ലാം ക്ഷമിച്ച് അവരോട് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് വരും, അതുകൊണ്ട് നിനക്ക് കുടുംബം നോക്കാൻ അതൊരു മാർഗ്ഗമേ ഉള്ളൂ, നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ നീ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ് കേട്ടോ. പിന്നീട് വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട്, ശരിയാണ് മോനെ, ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, കാരണം കണ്ണനും മഹിയും മനസ്സലിവുള്ളവരാണ്, അവരോട് നീ പറഞ്ഞ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചെടുക്കും, അതുകൊണ്ട് അതിന് ശ്രമിക്കുന്ന നമുക്ക് അതാ നല്ലത്, അല്ലാതെ ഇനിയും അവരെ കൊല്ലാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വന്ന് ഇവിടെ കിടക്കും, അതാണ് മിച്ചം ഉണ്ടാവുക എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കരുണയും അതേപോലെ തന്നെ ഉണ്ണിയും കൊണ്ട് പിടിച്ചിങ്ങനെ നടത്തിപ്പിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ വാമദേവനും മേഘനാഥനും ഇങ്ങനെ നടക്കുകയാണ്. പിടിച്ച് നടക്കുമ്പോൾ രണ്ടുപേരും കണ്ടുമുട്ടുകയാണ് കേട്ടോ. കരുണ അവരെ കണ്ടതും പറയും, എന്താ നിങ്ങളിവിടെ ചോദിച്ചാൽ ഞങ്ങളെ ഡിസ്ചാർജ് ആയി പോകാൻ പറഞ്ഞു എന്ന് പറയുന്നു കേട്ടോ. ഡോക്ടർ പറഞ്ഞു ഇനി അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞാൽ സംസാരിക്കാനും പറ്റും എന്ന് പറയും. കരുണ അപ്പോൾ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നു, ഓ മേഘേട്ടന് എന്തെങ്കിലും ആരോഗ്യം കിട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ആവുമായിരിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ വാമദേവൻ പറയണേ, എന്തായാലും ശരി ഞങ്ങൾ ജയിലിലേക്ക് പോകും, എന്തായാലും മോളെ എന്തായാലും ഞങ്ങൾ ജയിലിലേക്ക് പോകും, പിന്നെ അവരെ തീർക്കാൻ ഒരവസരം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിതെന്തായാലും വേണ്ട പുതയിലെ തീർക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ കരുണ്ട ഉണ്ണിയുടെയും മുഖം അങ്ങനെ പ്രശോഭിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.